നമുക്ക് ലക്ഷ്യം നമ്മൾ ഉറപ്പിക്കണം. നമ്മൾ ജൈവ കൃഷിയിൽ പഠിക്കുന്ന ലക്ഷ്യം തന്നെയാണ് എല്ലായിടത്തും ലക്ഷ്യം ഒന്നാണ്. ജൈവ കൃഷി പഠിച്ചാലും ആനന്ദം പഠിച്ചാലും എല്ലായിടത്തും ലക്ഷ്യം ഒന്നാണ്. അതിൽ ആദ്യത്തെ ലക്ഷ്യം വ്യക്തിഗത ലക്ഷ്യം. ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കൊരു ലക്ഷ്യം വേണം. അതായത് ഒരു വ്യക്തി, നമ്മളൊരു വ്യക്തിയാണ്, അതിനൊരു ലക്ഷ്യം, വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ടാവണം. എന്താണത്? അതിന് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. 10,000 കുട്ടികൾ വന്നു പോകുന്ന വീടാണ് എൻ്റെ വീട്, പോയി കഴിഞ്ഞു. അതിൽ അവരോട് ചോദിക്കുന്ന 4ാം ക്ലാസ് മുതൽ PhD വരെയുള്ള സ്റ്റുഡൻസാണ് ഈ വരണേ. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുക. ആരായി തീരാനാണ് മോഹം? ആരായി തീരാനാണ് മോഹം? മനുഷ്യനായി തീരാൻ. അല്ല, കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരെന്താ പറയുക? ഡോക്ടറാകണം, എൻജിനീയറാകണം, അധ്യാപകരാകണം, പോലീസാകണം, എന്നിങ്ങനെയൊക്കെയല്ലേ പറയുക. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നല്ല ഡോക്ടറാകണോ ചീത്ത ഡോക്ടറാകണോ? അപ്പോൾ അവർ പറയും നല്ല ഡോക്ടറായാൽ മതി. എൻജിനീയർ ആകണമെന്ന് പറയണവരെടുക്കുക ഞാൻ ചോദിക്കും, നല്ല എൻജിനീയർ ആകണോ ചീത്ത എൻജിനീയർ ആകണോ? ഞങ്ങൾക്ക് നല്ല എൻജിനീയറായാൽ മതി, നല്ല അധ്യാപകരായാൽ മതി, നല്ല പോലീസുകാരായാൽ മതി. ഇതാണ് എല്ലാവരും, കുട്ടികളെല്ലാം ഇന്നേവർ പറഞ്ഞിട്ടുള്ളത്. നല്ല ഡോക്ടറാകണം, നല്ല എൻജിനീയർ, നല്ല അധ്യാപകരാകണം എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ ഇന്നേവരെ. ഇവരെ പിന്നെ ചീത്തയാക്കണതാരാ? നല്ല എൻജിനീയർ ആകണമെന്നുണ്ടെങ്കിൽ, നല്ല ഡോക്ടറാകണമെന്നുണ്ടെങ്കിൽ, നല്ല ടീച്ചറാകണമെന്നുണ്ടെങ്കിൽ, നല്ല പോലീസുകാരനാകണമെന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യരാവണ്ടേ? നല്ല മനുഷ്യരായാലേ പറ്റൂ. അപ്പോൾ നല്ല മനുഷ്യരാകണം എന്ന് അവിടെ ഉറപ്പിക്കും. നല്ല മനുഷ്യരാകാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കുട്ടികൾക്ക് കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം അതേ ചോദ്യമാണ് ചോദിക്കുക, ആരായി തീരാണ് മോഹം? അതിന് ഓപ്ഷനുണ്ട്. പണക്കാരനാകണോ സമ്പന്നനാകണോ? പണക്കാരിയാകണോ സമ്പന്നയാകണോ? ഇതിലേതാകണ്ടേ? ഓപ്ഷനുള്ള കാര്യമാണ്. പണക്കാരിയാകണോ സമ്പന്നയാകണോ? പണക്കാരനാകണോ സമ്പന്നനാകണോ? ആരായി തീരണമെന്ന് നമ്മളാണ് തീരുമാനിക്കുക. ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നേ വരെ 10,000 കുട്ടികൾ പോയിട്ട് എൻ്റെ മുന്നിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഒരൊറ്റ കുട്ടിയും പണക്കാരനാകണം പണക്കാരിയാകണമെന്ന് പറഞ്ഞിട്ടില്ല. സകല കുട്ടികളും പറഞ്ഞിരിക്കുന്നത് എന്താ? സമ്പന്നനായാൽ മതി, സമ്പന്നയായാൽ മതി എന്ന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവർക്ക് ചോദിക്കും, എന്താ ഈ സമ്പന്നെന്ന്? അറിയാൻ പാടില്ല, അവർക്കറിയില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന കാര്യം സമ്പന്നരായാൽ മതി എന്നാണ്. അവരെയാണ് നമ്മൾ പിടിച്ച് പണക്കാരനാകാനും പണക്കാരിയാക്കാനും അതിന് കുറുക്ക് വഴി ചെയ്യാനും കള്ളനോട്ടടിക്കാനും കഞ്ചാവ് കച്ചവടം ചെയ്യാനും ഒക്കെ പോയി വീഴുന്നത്. അങ്ങനെയാണ് പോയി വീഴുന്നത്. അപ്പോൾ സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. സമ്പന്നത, നമുക്ക് സമ്പന്നരായാൽ മതി. സമ്പന്നത എന്താണെന്ന് അറിയണം. ആഹാരത്തിൻ്റെ കാര്യത്തിൽ സമ്പന്നരാവണം വേണ്ടേ? ഇന്ന് സമ്പന്നരാണോ നമ്മൾ? കിട്ടുന്നത് മുഴുവൻ വിഷമാണെങ്കിൽ പിന്നെ എങ്ങനെ സമ്പന്നരാവുക? ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് സമ്പന്നരാകണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സമ്പന്നരാകണം വേണ്ടേ? സമ്പന്നരാകണം. അറിവിൻ്റെ കാര്യത്തിൽ സമ്പന്നരാവണം. കഴിവിൻ്റെ കാര്യത്തിൽ സമ്പന്നരാകണം. ബുദ്ധിയുടെ കാര്യത്തിൽ സമ്പന്നരാകണം. സാമ്പത്തിക കാര്യത്തിലും സമ്പന്നരാകണം. സാമ്പത്തികം തള്ളിക്കളയാനുള്ള ഒന്നല്ല. സാമ്പത്തിക കാര്യത്തിലും നമുക്ക് സമ്പന്നരായേ പറ്റൂ. ഇതിലെ പ്രകൃതിയുടെ ശാസ്ത്രപ്രകാരം ആഹാരവും ആരോഗ്യവും ഉണ്ടായിരിക്കെ അറിവും കഴിവും ബുദ്ധിയും വികസിച്ചാൽ സാമ്പത്തികം താനേ വരും. മനസ്സിലായില്ലേ? അപ്പോൾ സമ്പന്നരായാൽ മതി, സമ്പന്നരായാൽ മതി. പക്ഷേ എന്താണ് സമ്പന്നത കിട്ടണമെങ്കിൽ എന്ത് വേണം? ആഹാരം വേണം, ആരോഗ്യം വേണം, പിന്നെ നമ്മളുടെ അറിവും കഴിവും ബുദ്ധിയും വികസിപ്പിക്കണം. അതെവിടെയാണ് ഇരിക്കണേ? ഉള്ളിൽ തന്നെയാണ് ഇരിക്കണേ. മനസ്സിലായില്ലേ? ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അറിവിനെയും കഴിവിനെയും ഉണർത്തിക്കഴിഞ്ഞാൽ സാമ്പത്തികം താനെ വീട് മുറ്റത്ത് വന്നോളും. ആരും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് നമ്മൾ സാധിക്കുക? ആ സമ്പന്നത, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് മത്സരം വേണം.
ഇതിന് മത്സരം വേണം. ആ മത്സരം ആരോട്? അവനവനോട് തന്നെ മത്സരിക്കും. അവനവനോട് അറിവിൻ്റെ കാര്യത്തിൽ അവനവനോട് മത്സരിച്ച് മുന്നേറണം. കഴിവിൻ്റെ കാര്യത്തിൽ അവനവനോട് മത്സരിക്കണം. മറ്റുള്ളവരോട് മത്സരിക്കരുത്. മറ്റുള്ളവരോട് മത്സരിച്ചാൽ നമ്മളെക്കാളും ശക്തിമാനാണെങ്കിൽ നമുക്ക് അടി കിട്ടും. അവനവനോട് മത്സരിക്കുക. ഡെയിലി എന്നോണം അവരോട് മത്സരിച്ച് മുന്നേറണം. അവരവരോട് മത്സരിച്ച് മുന്നേറണം. ഇന്ന് സൂര്യാസ്തമയ സമയത്ത് നിൽക്കരുത്. നാളെ ഉണരുമ്പോൾ ഒരു പടി കൂടി നമ്മളോട് മത്സരിച്ച് നമ്മൾ ഒരു പടി കൂടി മുന്നേറിക്കൊണ്ടേയിരിക്കണം. ദൈനംദിനം മുന്നേറിക്കൊണ്ടിരിക്കണം. അങ്ങനെയായാൽ നമ്മൾ സമ്പന്നരാകും. സാമ്പത്തികം വരും. അപ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അതിനൊരു ഇതുണ്ട്. അതായത് ഫിസിക്കൽ അസറ്റ്, ഭൗതിക സമ്പത്ത് എല്ലാവർക്കും കൂടും. യാതൊരു സംശയവും വേണ്ട. ഒരു 60-70 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന സ്വത്തേ ഉള്ളോ ഇന്ന് കേരളത്തിൽ? ചെറ്റക്കുടില. ഞങ്ങളുടെ പഞ്ചായത്ത് മുഴുവൻ ചെറ്റക്കുടിലായിരുന്നു ഒരു 70 വർഷം മുമ്പ്. തിണ്ണ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല, മണ്ണായിരുന്നു. ഒരു 70 വർഷം മുമ്പ് മണ്ണ്, തിണ്ണ തല്ലിയിട്ട് ചാണകം മെഴുകിയ വീടുകളായിരുന്നു, ഓലപ്പുരകളായിരുന്നു 70 വർഷം മുമ്പ് മോമ പഞ്ചായത്ത് മുഴുവൻ. ഇന്ന് ഒരൊറ്റ വീട് അങ്ങനത്തെ ഇല്ല. എല്ലാം മണിമാളികൾ. അമേരിക്കയിൽ ഇതിൻ്റെ മോഡലിൽ വെച്ചിരിക്കുന്ന എത്രയോ വീടുകൾ വന്നിരിക്കുന്നത്. ഈ വെറും 70 ദിവസം കൊണ്ടുണ്ടായ മാറ്റമാണ്. 70 വർഷം കൊണ്ട് സാമ്പത്തിക ഭൗതിക സ്വത്ത് എല്ലാവർക്കും കൂടും. ഭൗതിക അസറ്റ്, ഫിസിക്കൽ അസറ്റ് എല്ലാവർക്കും കൂടും. അതൊരു പ്രകൃതി നിയമമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് പിന്നീട് മനസ്സിലാകും. നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് പ്രകൃതി സമ്പത്ത് കൂടിയിരിക്കും. എല്ലാവർക്കും കൂടും. പക്ഷേ ഭൗതിക അസറ്റ് കൂടുമ്പോൾ ഇൻ്റലക്ച്വൽ അസറ്റ് കൂട്ടണം. ബുദ്ധിയുടെ അസറ്റ് കൂട്ടിക്കൊണ്ടിരിക്കണം. ഇൻ്റലക്ച്വൽ അസറ്റ് കൂട്ടണം. സ്പിരിച്വൽ അസറ്റും കൂട്ടണം. ഇത് മൂന്നും സന്തുലിതമായി കൊണ്ടുപോകാൻ പഠിക്കണം. അതായത് ഭൗതിക അസറ്റ് കൂടുമ്പോൾ ഇൻ്റലക്ച്വൽ അസറ്റ് കൂട്ടണം. സ്പിരിച്വൽ അസറ്റ്, ആത്മീയ സമ്പത്ത് കൂട്ടണം. ഇത് മൂന്നും സന്തുലിതമായി കൊണ്ടുപോയില്ലെങ്കിൽ, ഭൗതിക അസറ്റ് മാത്രമാണ് കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ, സ്പിരിച്വൽ അസറ്റും ഇൻ്റലക്ച്വൽ അസറ്റും കൂട്ടാതിരുന്നാൽ ഇത് നിലംപൊത്തുക തന്നെ ചെയ്യും. യാതൊരു സംശയവും ആർക്കും വേണ്ട. നിലംപൊത്തും. പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ നമ്മൾ ഇൻ്റലക്ച്വൽ അസറ്റ് കൂട്ടണം. അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പണ്ട് കാലത്ത് കേരളത്തിൽ കോഴിയിറച്ചി ഒരു വർഷം എത്ര ദിവസം കഴിക്കുമായിരുന്നു? കോഴിയിറച്ചി, കേരളത്തിൽ കോഴിയിറച്ചി ഒരു ആണ്ടിൽ എത്ര ദിവസം കഴിക്കുമായിരുന്നു? മാക്സിമം വിശേഷ ദിവസങ്ങളിൽ മാത്രം. വിഷു അല്ലെങ്കിൽ അതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്ന് വരികയാണെങ്കിൽ ഓടി നടക്കുന്ന കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊന്ന് കറി വെച്ച് കഴിച്ചിരുന്ന വളരെ മിനിമം ദിവസങ്ങളിൽ മാത്രമേ കഴിച്ചുള്ളൂ. നമ്മുടെ ഭൗതിക സ്വത്ത് കൂടി. ഇപ്പോൾ കോഴി എത്ര ദിവസം കഴിക്കുന്നുണ്ട്? കോഴി ദിവസവും പറ്റുമെങ്കിൽ 3 നേരം കഴിക്കാം ഉള്ള അവസ്ഥയിലേക്ക് ഇരിക്കും. ഇത് ഇൻ്റലക്ച്വൽ അസറ്റ് കൂട്ടാഞ്ഞിട്ടാണ്. ഭൗതിക അസറ്റ് കൂടി, കോഴിയെ മേടിക്കാനുള്ള കാശ് കയ്യിലുണ്ട്, മേടിച്ചങ്ങ് തിന്നുക. ഈ കോഴി ശരീരത്തിന് വല്ല കേടും ഉണ്ടാക്കുമോ എന്നതിനെപ്പറ്റി ചിന്തിക്കാതെ ബുദ്ധിപരമായ അസറ്റ് കൂട്ടാത്തത് കൊണ്ട് എന്ത് പറ്റും ശരീരത്തിന്? പണ്ട് കയ്യിലില്ലാഞ്ഞുകൊണ്ടായിരുന്നു. കയ്യിൽ കാശില്ലാതിരുന്നത് കൊണ്ടും അവൈലബിൾ അല്ലാതിരുന്നത് കൊണ്ടുമാണ് നമ്മൾ കോഴി 2-3 ദിവസമായിട്ട് ഒതുക്കിയത്. ഇനി ബുദ്ധിപൂർവം അത് 2-3 ദിവസത്തിലേക്ക് ഒതുക്കണം. അല്ലെങ്കിൽ തല്ലു മേടിക്കും, ശരീരത്തിനായിരിക്കും തല്ലു മേടിക്കുക. അതല്ലേ, ഇതാണ് ഒരു പ്രശ്നമുണ്ട്. സ്പിരിച്വൽ അസറ്റ് കൂട്ടണം, ആത്മീയ അസറ്റ് കൂട്ടണം. ആത്മീയ അസറ്റ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോണതും പള്ളിയിൽ പോകുന്നതുമല്ല ആത്മീയ അസറ്റ്. യഥാർത്ഥ ആത്മീയ അസറ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ അസറ്റ് കൂട്ടിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ അടി വാങ്ങും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. എല്ലാവരുടെ കാര്യത്തിലും ജീവിതത്തിൽ അത് സന്ദേശമായി പ്രകൃതി തന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അടിയും എന്തിനാണ് എന്ന്
വ്യക്തമായി മനസ്സിലാകും ക്ലാസ് കഴിയുമ്പോൾ. നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ആഘാതങ്ങൾ, അടികൾ എന്തിന്? അതൊരു സന്ദേശമാണ്. എങ്ങനെ പോകണം എന്നുള്ളതിന് ഒരു സന്ദേശം തരികയാണ്. കൃത്യമായ ഭാഷ, പ്രകൃതിയുടെ ഭാഷ പഠിക്കണം. അപ്പം നമുക്ക് സമ്പന്നതയിൽ വ്യക്തിഗത ലക്ഷ്യം സമ്പന്നനാകുക എന്നുള്ളത് ഉറപ്പിക്കുക. ഒരു സാമൂഹ്യ ലക്ഷ്യം വേണം നമുക്ക്. കാരണം സമൂഹമായി ജീവിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് നമുക്കൊരു സാമൂഹ്യ ലക്ഷ്യം വേണം. സാമൂഹ്യ ലക്ഷ്യത്തിൽ സംതൃപ്തി ഉള്ളൊരു സമൂഹം വേണം. സംതൃപ്തി, സമാധാനം വേണ്ടേ? സമാധാനം വേണം. സന്തോഷം വേണം. സുസ്ഥിരമായിരിക്കണം ആ സമൂഹം. സുസ്ഥിരം. സുരക്ഷിതമായിരിക്കണം. സുരക്ഷിതം. സമ്പന്നമായിരിക്കണം. സമ്പന്നത നേരത്തെ നമ്മൾ വന്നു. സമ്പന്നമായ സമൂഹമായിരിക്കണം. നമുക്ക് മാത്രം സമ്പന്നത കിട്ടിയാൽ പോരാ, സമൂഹത്തിലും സമ്പന്നത വേണം. സുന്ദരമായിരിക്കണം. സ്വതന്ത്രമായിരിക്കണം. എത്ര സാവന്നു? സംതൃപ്തിയും സമാധാനവും സന്തോഷവും സുസ്ഥിരവും സുരക്ഷിതവും സമ്പന്നവും സുന്ദരവും സ്വതന്ത്രവുമായ ഒരു സമൂഹം. ഒരു 5-8 സാകൾ ചേർന്നിട്ട് ഉള്ളൊരു സമൂഹത്തെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനത്തെ ഒരു സമൂഹം നമുക്ക് വേണം. സമൂഹം ഇതല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സമ്പന്നരായതുകൊണ്ട് കാര്യമില്ല. സമൂഹവും ഇത്തരത്തിലുള്ളൊരു സമൂഹമായിത്തീരാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അവസാനം ഇൻഡിവിജ്വൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇതിൽ സംതൃപ്തി എന്നത് ആത്മസംതൃപ്തിയിലേക്കും, സമാധാനം എന്ന് പറയുന്നത് ശാന്തിയിലേക്കും, സന്തോഷമെന്ന് പറയുന്നത് ആനന്ദത്തിലേക്കും പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. പരിവർത്തനപ്പെട്ട് മുന്നോട്ട് പോകണം. സംതൃപ്തി ആത്മസംതൃപ്തിയിലേക്കും, സമാധാനം ശാന്തിയിലേക്കും, സന്തോഷം ആനന്ദത്തിലേക്കും പരിവർത്തനപ്പെടുത്തിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചും നമുക്കൊരു സാമൂഹ്യ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മളുടെ സമൂഹം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം വയ്ക്കുന്ന സമൂഹം അതാണ്. പിടികിട്ടിയല്ലോ? ഒരു ആഗോള ലക്ഷ്യമുണ്ട്. ആഗോള ലക്ഷ്യം, ആഗോളമായി ഭൂമി എന്ന രീതിയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം. പട്ടിണിയില്ലാത്ത, പട്ടാളമില്ലാത്ത, അതിരുകളില്ലാത്ത ഒരു ലോകം നമുക്ക് വേണം. പട്ടിണി ഉണ്ടാവരുത്, ആ ലോകത്ത് പട്ടിണി ഉണ്ടാവരുത്. പട്ടാളമുണ്ടാവരുത്. പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന യൂണിഫോം ഇട്ട പട്ടാളക്കാരൻ മാത്രമല്ല, പട്ടാളത്തം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതും ഉണ്ടാവരുത്. പട്ടാളമില്ലാത്ത ലോകം, അതിരുകളില്ലാത്തൊരു ലോകം നമുക്ക് വേണം. അതായത് ഏത് രാജ്യത്തും നമുക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ പോകാൻ പറ്റുമോ? അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? പാസ്പോർട്ട് വേണം, വിസ വേണം, അവരുടെ അനുവാദം വേണം, എങ്കിലേ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ. എന്നാൽ ഒരു ദേശാടന കിളിക്ക് സൈബീരിയയിൽ നിന്നും പറന്ന് വേമ്പനാട് കായലിൽ വന്ന് വീഴാനും അവിടെ താമസിക്കാനും പാസ്പോർട്ട് വേണം, വിസ വേണം അവർക്ക്. ഇവിടെ ഒരു കിളിക്ക് അങ്ങനെ വരാമെങ്കിൽ അതിനേക്കാളും ഡെവലപ്ഡ് ആയിട്ടുള്ള മനുഷ്യനും അങ്ങനെ പോകേണ്ടതല്ലേ? ഒരു കിളിക്ക് ആ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും മൈഗ്രേറ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉള്ളതല്ലേ? പക്ഷെ അത് ആരൊക്കെയോ ചേർന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് പൊളിക്കണം. ഇതെങ്ങനെ പൊളിക്കാമെന്നാണ് നമ്മൾ നോക്കണം. ഇതെങ്ങനെ പൊളിക്കാൻ പറ്റും? ഇത് പൊളിക്കാൻ വല്ല വഴിയുണ്ടോ? അതിനൊക്കെ വഴിയുണ്ട്. കോളേജിൽ വഴിയുണ്ട്. ഏത് രാജ്യത്തുള്ളത് എങ്ങോട്ട് വേണേലും പോകാനുള്ള വഴി നമ്മൾ പഠിക്കും. ഏതായാലും നമുക്ക് വേണ്ടത് സ്വതന്ത്രമായി ഏത് രാജ്യത്തും. ഇപ്പോൾ പട്ടിണി കൊണ്ട് പൊറുതുമുട്ടിയ ഒരു രാജ്യത്തെ ജനങ്ങൾ വേറൊരു രാജ്യത്തേക്ക് വന്നാൽ, തിന്നാനും കുടിക്കുവാനുമായിട്ട് വന്നാൽ കയറ്റുമോ? അതുപോലും കയറ്റില്ല. എന്തൊരു കഷ്ടമാണെന്നത് ആലോചിച്ചേ. അവന് പട്ടിണിയായിട്ടാണ് ഈ വരണേ. വേറൊരു രാജ്യത്ത് പട്ടിണിയായി, ജീവിക്കാൻ കൊള്ളില്ലാത്ത സാഹചര്യമായി വരികയാണ്. ഇല്ല, ഇത് അനുവദനീയമല്ല.
ലോകം മുഴുവൻ ഒരു ദേശാടനക്കിളിയെപ്പോലെ പറന്നിറങ്ങാനുള്ള സ്വാതന്ത്ര്യമുള്ള ജീവിയാണ് മനുഷ്യൻ. അത് നമുക്ക് കിട്ടിയേ പറ്റൂ. അത് നമ്മുടെ ലക്ഷ്യമാണ്. ഉടനെ കിട്ടുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതാണ്. നമുക്ക് എല്ലായിടത്തും പോകണം. എല്ലാവർക്കും പോകണ്ടേ? ഇഷ്ടമല്ലേ? അമേരിക്ക പോകണമെന്ന് തോന്നിയാൽ എനിക്ക് അമേരിക്കയ്ക്ക് ഒരു വണ്ടി പിടിച്ച് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പിടിച്ച് അവിടെ പോയി ഇറങ്ങണം. അതിന് ആരാണ് ചോദിക്കാനും പറയാനും? അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? ആ ഒരു സാമൂഹ്യ സംവിധാനത്തെ നമ്മൾ ഉടച്ച് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കണേ. അത് വഴിയെടുക്കുക. ഒരു സമഗ്ര ലക്ഷ്യം വേണം. ഒരു സമഗ്രമായ, ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഒരു സമഗ്രമായ ലക്ഷ്യം വേണം. അതെന്താണ്? ഒരു ആനന്ദലോകമാണ്. ഒരു ആനന്ദലോകം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നു. വാനപ്രസ്ഥം പഠിക്കുന്ന സകലരും ലക്ഷ്യം വെക്കുന്നത് ഒരു ആനന്ദലോകമാണ്. എന്തുകൊണ്ടാണ് ഒരു ആനന്ദലോകം വേണമെന്ന് പറയുക? അതിനാണ് നമ്മൾ ആനന്ദശാസ്ത്രം പഠിക്കണേ. ആനന്ദലോകം വേണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്തിനായിക്കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തത്? തമ്മിത്തല്ലി തലകീറാനാണോ? ഇവിടെ ജന്മമെടുത്തത്? ആനന്ദിക്കാനും ആനന്ദിപ്പിക്കാനുമായി ജന്മമെടുത്ത ജീവിയാണിത്. ആനന്ദിപ്പിക്കാനുമായി ജന്മമെടുത്ത ജീവി എന്താ ചെയ്യണേ? ഇപ്പോൾ തമ്മിൽ തല്ലി തലകീറി നശിക്കുന്നു. ഇതല്ലേ വന്നിരിക്കണേ. നമ്മളുടെ ജന്മം ജീവിത അഭിലാഷം എന്താണ്? ഓരോ ജീവിയുടെയും മനുഷ്യൻ്റെയും ജീവിതാഭിലാഷം എന്താണ്? ഇന്ത്യക്കാരനായാലും ശരി, അമേരിക്കക്കാരനായാലും ശരി, ഏത് രാജ്യത്തുള്ളവനായാലും അവരുടെ ജീവിതാഭിലാഷം എന്താണ്? സമാധാനത്തോടെ ആനന്ദത്തോടെ ഇവിടെ ജീവിക്കണം. ഇതല്ലേ? അങ്ങനെ ജീവിച്ചാലേ ജന്മം സഫലമാവും. ഈ ജന്മം സഫലമായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജന്മം സഫലമായി. ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണത് എന്താ? എൻ്റെ ജന്മം കട്ടപ്പോയായി എന്നാ പറയുക. എൻ്റെ ജീവിതം നശിച്ചു. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർ, അവരുടെ ഒരു സംഘടനയുണ്ട് ഏറ്റുമാനൂർ. ഒരു 220ഓളം പേര് അവിടെ മീറ്റിംഗ് വെച്ചു. അപ്പോൾ സാറൊരു ദിവസം വന്നൊരു കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. ജെമിനിയാണ് അത് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് ഈ പെൻഷൻ പറ്റുന്നതിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുക്കുന്ന സാലറി വാങ്ങിയിരുന്ന ആൾക്കാരാണ്. പെൻഷൻ മേടിക്കുന്നുണ്ട്, അതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്ന അത്ര ഉയർന്ന ലെവലിൽ സാലറി വാങ്ങിയിരുന്ന മനുഷ്യർ. ഇപ്പോൾ 220 പേരോട് ഞാൻ ചോദിച്ചു, ഇതിൽ ജീവിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ജീവിച്ച എത്ര പേരുണ്ട്? ഒറ്റെണ്ണം ജീവിച്ചിട്ടില്ല. ജോലി ഇല്ലാഞ്ഞിട്ടാണോ? ശമ്പളം ഇല്ലാഞ്ഞിട്ടാണോ? പെൻഷൻ ഉറപ്പില്ലാഞ്ഞിട്ടാണോ? എല്ലാം ഉണ്ട്, പക്ഷേ ജീവിച്ച ഒറ്റെണ്ണം അതിനകത്തുണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും ജീവിക്കാൻ ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും ജീവിക്കുക. ശിഷ്ടകാലമെങ്കിലും മനസ്സിനിണങ്ങിയ തൊഴിൽ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കണം. എങ്കിലേ ജന്മം സഫലമാകൂ. ജന്മസാഫല്യം വേണമെന്നുണ്ടെങ്കിൽ ആനന്ദത്തോടെ ജീവിച്ചാലേ പറ്റൂ. അതിനുള്ള വഴികളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ലക്ഷ്യങ്ങളാണ്. നമുക്ക് ആഘോഷത്തോടെ അടിച്ചു പൊളിച്ചൂടെ ജീവിക്കണം. അതോടെ ജീവിക്കണം. ആഘോഷത്തോടെ ആനന്ദത്തോടെ ഇവിടെ ജീവിക്കണം. ഇതുവരെ നന്നൊക്കെ മറന്നേക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇതുവരെ ഉണ്ടായതൊക്കെ മറന്നു കളഞ്ഞിട്ട് ആഘോഷത്തോടെ ഇവിടെ എനിക്ക് ജീവിക്കണം എന്നൊരു തീരുമാനമെടുക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പടിപടിയായി എന്തെല്ലാം നമ്മൾ ചെയ്തു തുടങ്ങണം. അതാണ് ഇതിനകത്ത് പഠിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് അതായിരിക്കും കൂടുതൽ പഠിക്കുക. എന്തെല്ലാം ഹോംവർക്ക് ആണ് നമുക്ക് വേണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ആനന്ദലോകത്തിനൊരു ലക്ഷ്യമുണ്ട്. വ്യക്തികളെ ധർമ്മനിഷ്ഠരാക്കി കർമ്മനിരതരാക്കി ആനന്ദത്തിലേക്ക് ആനയിച്ച് ജീവിതം സഫലമാക്കുക. അത് നമ്മുടെ ലക്ഷ്യങ്ങളുണ്ട്. എഴുതിയെടുത്തോ? അതാണ് നമ്മൾ എഴുതിയെടുത്ത് കാണാതെ പഠിക്കണത്. വ്യക്തികളെ ധർമ്മനിഷ്ഠരാക്കി കർമ്മനിരതരാക്കി ആനന്ദത്തിലേക്ക് ആനയിച്ച് ജീവിതം സഫലമാക്കുക.
നമ്മുടെ ഒരു സമഗ്ര ലക്ഷ്യത്തിലൊന്നാണിത്. സമഗ്ര ലക്ഷ്യം, ആനന്ദലോകം. അതായത് നമ്മൾ കർമ്മം നിരതരായേ പറ്റൂ. നമുക്ക് ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്. കർമ്മം ധർമ്മമാകുമ്പോൾ ആനന്ദം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ധർമ്മങ്ങളാകണം. ആണെങ്കിൽ ആനന്ദം വരും. അതായത് ആനന്ദത്തിന് 10-15 കൽപ്പനകൾ പഠിക്കും. അതിലൊരെണ്ണമാണ് നമ്മളുടെ കർമ്മങ്ങൾ എന്തായിരിക്കണം. ആ കർമ്മങ്ങൾ അതിനെ തൊറ്റിയാണ് സനാതന ധർമ്മത്തെ തൊറ്റിയാണ് തർക്കം. സനാതനം എന്താണെന്ന് അറിയാൻ പാടില്ല, ധർമ്മം എന്താണെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് അതിനെ ചൊല്ലിയുള്ള തർക്കം ഭയങ്കര തർക്കമാണ്. അതായത് നമ്മളുടെ കർമ്മങ്ങൾ ധർമ്മങ്ങളാകണം. ഒന്നൊന്നായി നമ്മൾ പഠിക്കും. എന്താണ് നമ്മളുടെ ഈ ഭൂമിയിൽ ജന്മമെടുത്താൽ നമ്മൾ ചെയ്യേണ്ട ധർമ്മം എന്താണ്, അത് കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബോധ്യമാകും, എല്ലാവർക്കും ബോധ്യമാകും. അത് ചെയ്തില്ലെങ്കിൽ എന്ന്, അതാണിപ്പോൾ ബോധ്യം വരാൻ പോണേ. നമ്മളുടെ ധർമ്മം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചൂട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. ഈ ആഗോളതാപനം കൂടിക്കൂടി വരുന്നു, ഭൂമി തൊട്ട് പൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്താ ഇതിൻ്റെ കാരണം? നമ്മൾ ചെയ്യേണ്ട ധർമ്മം കർമ്മമായില്ല. സിമ്പിളാണ് കാര്യം, സിമ്പിളാണ്. അവൻ ചെയ്യേണ്ട ജോലി അവൻ ചെയ്യുന്നില്ല എന്ന് പോട്ടെ, കത്തിക്കുകയും ചെയ്യും. ഒരു പിടി കരികല വാരി ദിവസവും കത്തിക്കുന്ന ഓരോരുത്തരും ഈ ചൂടിന് ഉത്തരവാദിയാണ്. ഈ ഭൂമി കത്തിക്കുന്ന സകലരും ഉത്തരവാദിയാണ്. എന്നിട്ട് പറയാണ് പൊള്ളിയിട്ട് മേലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരവർ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ, 4 ലക്ഷ്യങ്ങൾ. ഈ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ അടുക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ്. അവസാനം ക്ലാസ് തീരുമ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് എഴുതിക്കും എല്ലാവരെ കൊണ്ടും. ഞാൻ കോമേഴ്സ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റ് എഴുതിക്കും. ഞാൻ കോമേഴ്സാണ്, മനസ്സിലല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലാഭനഷ്ട കണക്ക് വിലയിരുത്തണ്ടേ. 20 ദിവസം മെനക്കെട്ട് കാശും കൊടുത്തിട്ട് അത് ലാഭമാണോ നഷ്ടമാണോ എന്നറിയണ്ടേ. ആ ബാലൻസ് ഷീറ്റ്, ഒരു ഫിസിക്കൽ ബാലൻസ് ഷീറ്റ്, ഒരു മെൻ്റൽ ബാലൻസ് ഷീറ്റ്, ഒരു സ്പിരിച്വൽ ബാലൻസ് ഷീറ്റ്. ആ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം നമ്മളെവിടെ നിൽക്കണത് എന്ന് അറിയാൻ നമുക്ക് പറ്റണം. അപ്പം അതിലുള്ളതാണ്. അപ്പോൾ പടിപടിയായി നമുക്ക് ഹോംവർക്കിലേക്ക് കിടക്കാം. നമുക്ക് അത് ലക്ഷ്യം 4 ലക്ഷ്യം കിട്ടിയില്ലേ? വ്യക്തിഗത ലക്ഷ്യം, സാമൂഹ്യ ലക്ഷ്യം, ആഗോള ലക്ഷ്യം, സമഗ്ര ലക്ഷ്യം. അങ്ങനെ 4 ലക്ഷ്യങ്ങൾ കിട്ടിയില്ല. 4 കിട്ടിയില്ല. അതിൽ സമഗ്രമായി ഇതെല്ലാം ചേർത്തിട്ട് സമഗ്രമായി ആത്യന്തികമായി നമുക്ക് വേണ്ടത് ഒരു സമഗ്ര ലക്ഷ്യമാണ്. ആനന്ദമാണ്. ജീവിതത്തിൽ ആനന്ദം കിട്ടണം. ജീവിതത്തിൽ ആനന്ദം തരാത്തതൊന്നും ശാസ്ത്രീയമല്ല. ശാസ്ത്രീയതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് ആനന്ദമാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് ശാസ്ത്രീയമാണോ അല്ലയോ എന്ന് തർക്കിക്കേണ്ട കാര്യമില്ല. അത് ആനന്ദം തരുന്നില്ലേ? എന്തും ശാസ്ത്രീയതയുടെ മാനദണ്ഡം ആനന്ദമായി കണക്കാക്കണം, വിലയിരുത്താൻ തുടങ്ങണം. എങ്കിലേ ശാസ്ത്രം പുരോഗമിക്കൂ. അല്ലെങ്കിൽ ശാസ്ത്രം പുരോഗമിക്കില്ല. ശാസ്ത്രം നാശമേ വിതയ്ക്കൂ. ആനന്ദം തരാത്തതൊന്നും ശാസ്ത്രമല്ല എന്ന് നമുക്ക് വിധി എഴുതണം. അങ്ങനെ പറയാൻ തുടങ്ങണം. എൻ്റെ അടുക്ക ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ തർക്കിക്കാൻ വന്നു. ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഈ സയൻറ്റിഫിക്കാണ് കൃഷി, അതിനകത്ത് രാസവളവും കീടനാശിനിയും ആനന്ദം തരുന്നുണ്ടോ? ഞങ്ങൾക്ക് കുറേ ഭക്ഷണം കിട്ടുന്നുണ്ട്, അത് വിഷമാണോ? ആണ്. അത് നിങ്ങൾ തളിച്ചത് ഒരു ജീവിയുടെ മേത്തല്ലേ? ആ ജീവിക്ക് ആനന്ദം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലല്ലോ. ശാസ്ത്രീയമാണ് എന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ശാസ്ത്രീയതയുടെ മാനദണ്ഡം ഈ ഭൂമിയിലെ ഏകകോശ ജീവി മുതൽ സൂക്ഷ്മജീവികൾ മുതൽ ആന വരെ ഉള്ള ജീവികൾക്ക് ആനന്ദം തരുന്നതായിരിക്കണം. ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ആനന്ദം തരുന്നതായിരിക്കണം. അത്തരത്തിലുള്ള ഒന്നിനെ മാത്രമേ ശാസ്ത്രീയമായി നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളൂ.
അല്ലാത്തതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ് നമ്മൾ പറയേണ്ടി വരും. ശാസ്ത്രീയതയുടെ മാനദണ്ഡം നമ്മൾ എഴുതണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഴുതും, ആധുനിക ചികിത്സാശാസ്ത്രം ശാസ്ത്രീയമാണോ അല്ലയോ, ആധുനിക കൃഷിശാസ്ത്രം ശാസ്ത്രീയമാണോ, അല്ലെങ്കിൽ അത് മാറ്റി എഴുതും. മാറ്റി എഴുതേണ്ട വഴികളാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ഇത് വേണ്ടിവരും. വൈവിധ്യമാർന്ന കൾച്ചറുകളിൽ നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ലോകം മുഴുവൻ വിവിധ തരം ജീവിത രീതിയും കൾച്ചറും ജാതിയും മതങ്ങളും എല്ലാമുള്ള ഒരു കൾച്ചറുള്ള ഒരു സമൂഹമാണ്. ഇവരെ എല്ലാവരെയും കൂടി ഒരു പൊതുവായ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കയറ്റി നിർത്താൻ പറ്റണം. അതിൻ്റെ പേരെന്താണ്? വൈവിധ്യമാർന്ന കൾച്ചറുള്ള മനുഷ്യരെ ഒരൊറ്റ കൾച്ചറിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരണം, ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരണം. ഒരു കോമൺ കൾച്ചർ വേണം നമുക്ക്. അതെന്താ കൾച്ചർ? അതാണ് അഗ്രികൾച്ചർ. മനസ്സിലായില്ലേ? എല്ലാ ജാതിക്കാർക്കും വേണ്ടേ ഭക്ഷണം? നല്ല ഭക്ഷണം വേണ്ടേ? എല്ലാവർക്കും വേണം. അപ്പോൾ എല്ലാവരെയും കൂടി ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു കൾച്ചർ നമുക്കുണ്ടാവണം. അതാണ് അഗ്രികൾച്ചർ. ഇനി അതുമാത്രം മതിയോ? മതി. എല്ലാവർക്കും പല പല ഈശ്വരന്മാരാണ് അല്ലേ? പലതരത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളാണ്. ഈശ്വര സങ്കല്പം അവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. ഈശ്വര സങ്കല്പമാണത്. സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ? സങ്കല്പം, ഈശ്വര സങ്കല്പമാണ്. സങ്കല്പം എന്ന് പറയുമ്പോൾ തന്നെ അതെന്താ? അത് മനുഷ്യർക്കും വിവിധ ജാതി മത വിശ്വാസികൾക്കും സ്വീകരിക്കാൻ പറ്റിയ പൊതുവായ ഒരു ഈശ്വര സങ്കല്പം വേണം. എന്നിട്ട് എല്ലാവരും കൂടി അന്വേഷിക്കാൻ തുടങ്ങണം. ഈശ്വരനെ അന്വേഷിക്കാൻ തുടങ്ങണം. അന്വേഷിച്ച് എവിടെ ഇരുന്നാലും അതിനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എവിടെ ഇരിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെ ഉള്ളിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കണ്ടെത്തിയിട്ടില്ല, ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്കൊരു ഈശ്വര സങ്കല്പം വേണം. ആ ഈശ്വര സങ്കല്പമാണ് നമ്മൾ ആദ്യം എഴുതാൻ പോണത്. അതാണ് ആദ്യം എഴുതിയെടുക്കണം. അതെല്ലാവരും ഒരു ഈശ്വര സങ്കല്പം. ഇത് എല്ലാ ജാതിയിലും പെട്ടവർ അവരവരായി തന്നെ നിന്നുകൊണ്ട് മാറണ്ട. ഒരു ജാതിയിൽ നിന്ന് വേറൊരു ജാതിയിലേക്ക് മാറണ്ട. അവരവരായി തന്നെ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ പറ്റിയ ഒരു ഈശ്വരൻ, പൊതുവായ ഒരു ഈശ്വരൻ, പൊതുവായ ഒരു കൾച്ചർ എടുത്തില്ലേ? അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ പൊതുവായ ഒരു കൾച്ചർ എടുത്തില്ലേ? അതേമാതിരി തന്നെ ഒരു പൊതുവായ ഈശ്വര സങ്കല്പം എടുക്കണം. അതെടുത്തത് കൊണ്ട് അമ്പലത്തിൽ പോകാണ്ടിരിക്കരുത്, പള്ളിയിൽ പോകാണ്ടിരിക്കരുത്, മോസ്കിൽ പോകാണ്ടിരിക്കരുത്, പൊയ്ക്കൊള്ളണം. ഇത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പം. നമ്മൾ 4 ലക്ഷ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു സങ്കല്പമാണ് എടുക്കുക. ഈശ്വര സങ്കല്പം എന്നെഴുതണം. എൻ്റെ സ്റ്റുഡൻസ് വരെ തെറ്റിച്ചെല്ലാവരും ഈശ്വര പ്രാർത്ഥനയെന്ന് അതിനെഴുതി വെച്ചിട്ടുണ്ട്. ഈശ്വര പ്രാർത്ഥന വേറെയാണ്. ഒരു ഈശ്വരനെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ ഒരു പ്രാർത്ഥന വേണം, ആരാധന വേണം. അത് നമ്മൾ എഴുതും. അതാണ് നമ്മൾ ചൊല്ലുക, എല്ലാ ദിവസവും ചൊല്ലുന്ന അതാണ്. അപ്പോൾ നമുക്ക് ഈശ്വര സങ്കല്പം എന്ന് ഹെഡിങ് എഴുതുക. ഈശ്വര സങ്കല്പം ഹെഡിങ് എഴുതുക. നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് ജ്യോതി ആണ്. ജ്യോതിയാണ് ഈശ്വരനെന്ന്. ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശമാണെന്നെങ്കിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഈശ്വരൻ. ഈശ്വരന് പ്രകാശം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പ്രകാശത്തിനും അപ്പുറത്താണത്. പ്രകാശത്തിനും അപ്പുറത്തുള്ള എന്തോ ഒന്നാണ് ഈശ്വരൻ. എന്താണത്? പ്രകാശത്തിനും അപ്പുറത്തുള്ള പ്രകാശം ഏതാണ്? എല്ലാ ഈശ്വരന്മാരുടെയും പുറകിൽ അതുണ്ട്. പ്രഭ. മനസ്സിലായില്ലേ? പ്രഭയാണത്. ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രഭയാണ്. എന്തിൻ്റെ പ്രഭ? എന്തിൻ്റെ പ്രഭയാണ് ഈശ്വരൻ? സ്നേഹത്തിൻ്റെ പ്രഭയാണ്. സ്നേഹപ്രഭ. ജ്യോതി എന്ന് പറഞ്ഞാൽ സ്നേഹപ്രഭ. അത് ഇച്ചിരിയേ ഉള്ളോ? ഇത്തിരിയാണോ? ചെറുതാണോ അത്? ഈശ്വരൻ ചെറുതാണോ? അല്ലല്ലോ. ഒരു പൂരമാണ്, ഒരു പൂരം. അപ്പം ജ്യോതി എന്നുള്ളതിൻ്റെ അർത്ഥം സ്നേഹപ്രഭാപൂരം എന്നാണ്. സ്നേഹപ്രഭാപൂരം.
സ്നേഹപ്രഭാപൂരം. സ്നേഹത്തിൻ്റെ ഒരു പ്രഭാപൂരമാണത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മളുടെ സങ്കല്പം. സ്നേഹത്തിൻ്റെ ഒരു പ്രഭാപൂരം. അത് എത്രമാത്രം വലുതാണ്, എത്രമാത്രം വലുതായിരിക്കാം, എത്രമാത്രം വലുതായിരിക്കാം ആ ഈശ്വരൻ, എത്രമാത്രം വലുതായിരിക്കാം, അളക്കാൻ പറ്റില്ല. കോടി സൂര്യ സമപ്രഭ. 1 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നാൽ ഒരു പ്രഭയുണ്ടെങ്കിൽ ആ അളക്കാൻ പറ്റില്ല. അതാണ് സാറ് പറഞ്ഞതാണിത്. അളക്കാൻ പറ്റില്ല. കോടി സൂര്യ സമപ്രഭ. അത്രയ്ക്ക് വലുതാണ് നമ്മളുടെ ഈശ്വരൻ. ഇപ്പം ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ സ്നേഹപ്രഭാപൂരം, സ്നേഹത്തിൻ്റെ പ്രഭാപൂരമാണ് ഇത്. ഞാൻ ക്ലാസ്സിനിടക്കിടക്ക് ചോദിക്കും, മനസ്സിലായില്ലേ? ക്ലാസ്സിൻ്റെ ഇടക്ക് പരീക്ഷ ഉണ്ടായിരിക്കും, നിങ്ങളറിയാതെ തന്നെ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചോണം. പരീക്ഷയുടെ ഇടക്ക് വരിക, ഇടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കും. എന്താ ജ്യോതി എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും ഇരുന്ന് ആദ്യമേ പഠിപ്പിച്ച സാധനമാണ് സ്നേഹപ്രഭാപൂരം. അതെത്രമാത്രം വലുതാണ്, അത് കോടി സൂര്യ സമപ്രഭ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഓരോ വരി എഴുതിയെടുക്കാം. നമ്മൾ അതായത് ഈശ്വരനെ കണ്ടെത്തുകയാണ്, അനുഭവിച്ചിട്ടില്ല അതല്ലേ. കണ്ടെത്താനുള്ള അന്വേഷണത്തിന് ആദ്യം അതിനെ ഡിഫൈൻ ചെയ്യും. എൻ്റെ അടുക്ക സ്വാമിമാരൊക്കെ പറഞ്ഞതേ ഈശ്വരനെ ഡിഫൈൻ ചെയ്യരുതെന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഡിഫൈൻ ചെയ്യും. കാരണം എനിക്കറിയാൻ മേല ആ സാധനം എന്താണെന്ന് എനിക്ക് അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് അനുഭവിക്കണം. എനിക്ക് ആ ഈശ്വരനെ അനുഭവിക്കുകയും കൂടി വേണം. വെറുതെ നിങ്ങൾ അതും ഇതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഞാൻ അങ്ങനെയാണ് എല്ലാം. ഞാൻ സൈക്കോളജി പഠിച്ചു 3 വർഷം. സൈക്കോളജി 3 വർഷം പഠിച്ചു. 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സാറിനൊക്കെ ചോദിച്ചു, ഈ മനസ്സെന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ ഈ ലോകത്തുള്ള സകല ഡെഫിനിഷനും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്നിട്ടും മനസ്സിലായില്ല ഈ സാധനം എന്നാണ്. ഈ മനസ്സെന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് എനിക്ക് എന്നിട്ടും മനസ്സിലായില്ല. 3 വർഷം ഇത്രയൊക്കെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു, ഞാൻ നിർത്തി പഠനം. ഞാൻ പഠനം നിർത്തിയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയില്ലേ. അതേമാതിരി തന്നെയാണ് ഈശ്വരനെ നമ്മൾ സങ്കല്പിച്ച് അതിനൊരു ഡെഫിനിഷൻ കൊടുത്ത് ആ ഈശ്വരനിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തി അവിടെ എത്തുക തന്നെ ചെയ്യും. ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അതിന് ഡിഫൈൻ ചെയ്യണം. അതാണ് ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത്. സ്നേഹപ്രഭാപൂരം. അതിൻ്റെ വലിപ്പവും നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു വരി എഴുതാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ എന്നെഴുതുക. അപ്പോൾ ഈശ്വര സങ്കല്പം എന്ന് എഴുതിയതിൻ്റെ അടിയിൽ നമുക്ക് എഴുതുക ജ്യോതിയാണ് ഈശ്വരൻ. വീണ്ടും എഴുതുക ജ്യോതിയാണ് ഈശ്വരൻ. അതൊരു വരി. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ഒരു വരി. ആദ്യത്തെ വരി അതാണ്. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. രണ്ടാമത്തെ വരി ജ്യോതിയാണ്, ജ്യോതിയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ഒന്ന് സമർത്ഥിക്കണം. അതിന് ആദ്യം പറഞ്ഞു വെച്ചതിനെ ഒന്ന് സമർത്ഥിക്കുക. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ്, ജ്യോതിയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. 2 വരി എഴുതിയ 2 വരികളായിട്ട് എഴുതണം. ജ്യോതിയാണ് ഈശ്വരൻ എല്ലാ ദിവസവും ചൊല്ലാനുള്ളതാണ്. വീട്ടിലും ക്ലാസ് തുടങ്ങുമ്പോഴും അത് ചൊല്ലിയാലേ അവിടെ എത്തത്തുള്ളൂ നമ്മൾ. അപ്പം ഞാനതൊന്ന് ചൊല്ലാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ്, ജ്യോതിയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ചെല്ലാവല്ലോ, ഒന്ന് ചൊല്ലിക്കേ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ്, ജ്യോതിയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. പിടി കിട്ടിയല്ലോ. ഇനി അടുത്ത വരി. സ്നേഹമാണ് ഈശ്വരൻ, സ്നേഹമാണ് ഈശ്വരൻ,
കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ്, കരുണയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ്, കരുണയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. അപ്പോൾ രണ്ട് വരിയായില്ലേ? എഴുതിയല്ലോ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ്, കരുണയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ഇപ്പം ഞാനൊന്ന് ചെല്ലട്ടെ. അത് സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ്, കരുണയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. അപ്പം ആദ്യം പോലെ ചൊല്ലിക്ക്. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ്, ജ്യോതിയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ്, കരുണയാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ക്ലിയർ? ഇനി അടുത്ത വരി. നാദമാണ് ഈശ്വരൻ. താളമാണ് ഈശ്വരൻ. നാദമാണ്, താളമാണ്, ബാക്കി എന്താ? ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ്, താളമാണ്, ജ്യോതിയാണ് ഈശ്വരൻ. നാദബ്രഹ്മം. നാദമാണ് ഈശ്വരൻ എന്നല്ല, എല്ലാ ഭാരതം വിശ്വസിക്കുന്ന നാദം. എല്ലാം ശബ്ദത്തിൽ നിന്ന് രൂപപ്പെട്ടു. ഈ ഭൗതിക പ്രപഞ്ചം രൂപപ്പെട്ടു വന്നത് നാദത്തിൽ നിന്നാണ്, ശബ്ദത്തിൽ നിന്നാണ്. ഇല്ലേ? ആദിയിൽ എന്തുണ്ടായി? വചനമുണ്ടായി. ആദിയിൽ വചനമുണ്ടായി. എല്ലാ സംസ്കാരങ്ങളും അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നാദം. അതിൽ നിന്നാണ് എല്ലാം രൂപപ്പെട്ടു വന്നത് എന്നുള്ളത് എവിടെയെല്ലാം മനുഷ്യ സമൂഹം ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെയുള്ളവരെല്ലാം ആ വഴിക്കാണ് വന്നിരിക്കുന്നത്. നാദം, നാദമാണ് ബ്രഹ്മം, നാദബ്രഹ്മം. നാദബ്രഹ്മം, നാദമാണ് ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വര സങ്കല്പം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വേറെ മാറിയൊന്നും എടുത്തിട്ടില്ല. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ. നാദമാണ്, താളമാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ഈ ഭൂമിയിൽ ജന്മമെടുത്ത എല്ലാവരും ഡിവൈനാണ് എങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യാം? ആടും പാടും. എല്ലാവരും, ഈ ഭൂമിയിലുള്ള സകലരും പാടും, ആടും, നൃത്തം ചെയ്യും. നാദവും താളവും എല്ലാവരിലും കുടികൊള്ളുന്ന ഈശ്വരാംശമാണ്. പക്ഷേ നമുക്ക് പാടാൻ കഴിയണില്ല, നമുക്ക് നൃത്തം ചെയ്യാൻ കഴിയണില്ല. എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം അത്? അതിനെ ഉണർത്താത്തത് കൊണ്ട്, ഈശ്വരനെ ഉണർത്താത്തത് കൊണ്ട്, സ്നേഹവും കരുണയും ഉണർത്താത്തത് കൊണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെ ഉണർത്താത്തത് കൊണ്ടാണ് നമുക്ക് പാടാൻ കഴിയാത്തത്, ആടാൻ കഴിയാത്തത്. അല്ലാതെ ആടാൻ പാടില്ല എന്നിട്ടല്ല. ജന്മസിദ്ധമായി ഈ ഭൂമിയിലെ സകല മനുഷ്യരും ആടും പാടും. കാരണം അവരിലെ ഈശ്വരാംശമാണത്, ഈശ്വരനാണത്. അത് ഉണർന്നില്ല, സ്നേഹത്തിനെ ഉണർത്തിയില്ല. ഒരൊറ്റ കാര്യമാണ്. അപ്പോൾ സ്നേഹത്തിനെ ഉണർത്താനുള്ള വഴി, ഈശ്വരനെ ഉണർത്താനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആടും പാടും. ഒരമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ 5-ാം മാസം മുതൽ സ്നേഹവും കരുണയും അവരിൽ ഉണർത്തിയാൽ ആ കുഞ്ഞ് യേശുദാസിനെ വെല്ലുന്ന പാട്ടുകാരനായിരിക്കും. യാതൊരു സംശയവും വേണ്ട. കാരണം അവരിലുള്ളതാണ് അത്. നാദവും താളവും അവരുടെ ഉള്ളിലുള്ളതാണ്. അതാണ് നമ്മളെടുത്തിരിക്കുന്ന ഈശ്വരനാണത്. അപ്പം ഞാനതൊന്ന് ചെല്ലട്ടെ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ. നാദമാണ്, താളമാണ്, ജ്യോതിയാണ് ഈശ്വരൻ. അപ്പം ആദ്യം വല്ലതും ചൊല്ലിക്കോ. ജ്യോതിയാണ് ഈശ്വരൻ,
ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. ഈശ്വരൻ താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ഇനി അടുത്ത വരി. ജ്ഞാനമാണ് ഈശ്വരൻ, നാദമാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. ബാക്കി എഴുതിക്കോ. ജ്ഞാനമാണ്, ബോധമാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. ജ്ഞാനമാണ്, ബോധമാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ആദ്യം ചൊല്ലിക്കോ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ. നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. ജ്ഞാനമാണ്, ബോധമാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് 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 ഈശ്വരൻ. ഇത്രയേ ഉള്ളൂ ഈശ്വര സങ്കല്പം. ഇതിനല്ലേ ജ്ഞാനവും ബോധവുമാണ് ഈശ്വരൻ. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് സ്നേഹവും കരുണയും. ജ്യോതിയാണ്, അത് സ്നേഹപ്രഭാപൂരമാണ്. സ്നേഹവും കരുണയുമാണ്. നാദവും താളവുമാണ്. ജ്ഞാനവും ബോധവുമാണ് ഈശ്വരൻ എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മളെടുത്തത്. അപ്പോൾ ഈ സങ്കല്പം വെച്ചിട്ടാണ് നമ്മൾ ചൊല്ലിയത്. ഇനി നമുക്ക് മറ്റൊരു സമൂഹം എങ്ങനെ ചെല്ലണമെന്നുള്ളതാണ്. ഇത് തന്നെ മറ്റൊരു സമൂഹം, ഒരു വിശ്വാസത്തിലുള്ളവർക്ക് എങ്ങനെ ചെല്ലാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ജ്യോതിയാണ് മിശിഹ, ജ്യോതിയാണ് മിശിഹ. ജ്യോതിയാണ് 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 മിശിഹ. ജ്യോതിയാണ് മിശിഹ. എല്ലാവരും ചെല്ലണം. ജ്യോതിയാണ് മിശിഹ, ജ്യോതിയാണ് മിശിഹ. ജ്യോതിയാണ് 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 മിശിഹ. സ്നേഹമാണ് മിശിഹ, കരുണയാണ് മിശിഹ. സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് മിശിഹ. നാദമാണ് മിശിഹ, താളമാണ് മിശിഹ. നാദമാണ് താളമാണ് ജ്യോതിയാണ് മിശിഹ. ജ്ഞാനമാണ് മിശിഹ, ബോധമാണ് മിശിഹ. ജ്ഞാനമാണ്, ബോധമാണ്, ജ്യോതിയാണ് മിശിഹ. വല്ല പണക്കമുണ്ടോ? ഒരു പണക്കമില്ല. ഇനി മറ്റൊരു വിഭാഗത്തിൽ എങ്ങനെ ചെല്ലാമെന്നുള്ളതാണ്. മനസ്സിലല്ലേ? ജ്യോതിയാണ് അല്ലാഹ്, ജ്യോതിയാണ് അല്ലാഹ്. ജ്യോതിയാണ് 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 അല്ലാഹ്. സ്നേഹമാണ് അല്ലാഹ്, കരുണയാണ് അല്ലാഹ്. സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് അല്ലാഹ്. നാദമാണ് അല്ലാഹ്, നാളമാണ് അല്ലാഹ്. നാദമാണ് താളമാണ് ജ്യോതിയാണ് അല്ലാഹ്. ജ്ഞാനമാണ് അല്ലാഹ്,
ബോധമാണ് അല്ലാ, ജ്ഞാനമാണ് ബോധമാണ്, ജ്യോതിയാണ് അല്ലാ, ജ്യോതിയാണ് അല്ലാ, ജ്യോതിയാണ് അല്ലാ, ജ്യോതിയാണ് 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 അല്ലാ. ഇത് ചൊല്ലാൻ ആരും മടിക്കരുത്. വല്ല മടിക്ക് വരേണ്ട കാര്യമുണ്ടോ? ഏത് വേണേലും ചൊല്ലാം. അതായത് ഏത് വിശ്വാസത്തിൽ അർപ്പിതമായിരിക്കുന്ന ജീവിതമായാലും സ്വീകരിക്കാൻ പറ്റിയ ഒരു ഈശ്വര സങ്കല്പമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്നേഹം വേണ്ടാത്തവരായി ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? എൻ്റെ അടുക്കെ വന്നിട്ടുള്ള സകല മനുഷ്യരുടെയും മാനസിക സംഘർഷവുമായി എൻ്റെ വന്നിട്ടുള്ള സകല മനുഷ്യരും പറഞ്ഞത് എനിക്ക് സ്നേഹം കിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ അവരുടെ ചോദിക്കും, സ്നേഹം കിട്ടണില്ലാത്ത എന്തായിരിക്കാൻ കാര്യം? സ്നേഹം കിട്ടണമെങ്കിൽ എന്ത് വേണം? അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളിലുണ്ടാവണം. ഉള്ളിലില്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ഉള്ളിൽ ഉണരാത്തത് കൊണ്ടാണ് ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾ മുഴുവൻ. ഈ ഭൂമിയിലെ സകല പ്രശ്നങ്ങളുടെയും മൂല കാരണം ഉള്ളിലിരിക്കുന്ന സ്നേഹം ഉണരാത്തത് കൊണ്ടാണ്. കാരണം കരുണയുടെ കഥ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അത് ഫിലിമാക്കി മനുഷ്യരെ കാണിച്ചു കൊണ്ടിരുന്നാൽ, ടി വിയിലൂടെ സ്കൂളുകൾ തോറും കാണിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടും. കുഞ്ഞിലെ സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു. കാരണം സ്നേഹവും കരുണയും തന്നെയാണ് നാദവും താളവും. അത് വേറൊരു സാധനമല്ല, അതൊരു പ്രത്യേക സാധനമല്ല. ഈ നാദവും താളവും എന്ന് പറയുന്നത് സ്നേഹവും കരുണയും തന്നെയാണ്. ഈശ്വരൻ തന്നെയല്ലേ അത്. അപ്പോൾ ആദ്യത്തെ ഈശ്വരനെ നമുക്ക് ഉണർത്തി വിട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആടും പാടും. നമ്മളെല്ലാവരും ആടുകയും പാടുകയും ചെയ്യും. പക്ഷെ നമുക്ക് ആടാനോ പാടാനോ പറ്റാതെ പോയതിൻ്റെ കാരണം നമ്മളുടെ അച്ഛനമ്മമാർക്ക് നമ്മളുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിക്കാനുള്ള അറിവ് ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ മുന്നിൽ ഒറ്റ പ്രശ്നമായിരുന്നു, ഈ ജനിച്ചു വീണതിനെയൊക്കെ തീറ്റണം. അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിനെ മുഴുവൻ വാകീറി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വിശപ്പടക്കാനുള്ള വഴി തത്രപ്പാടില്ല. അവർക്കിത് മനസ്സിലായില്ല, ഇത് അന്വേഷിക്കേണ്ടി വന്നില്ല അവർക്ക്. അതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. പക്ഷേ ഇന്നതല്ല, ആവശ്യത്തിന് ഭക്ഷണമായി. ഇനി ജനിക്കുന്ന ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളെയും അവരുടെ സ്നേഹത്തിൻ്റെ ഉറവ് പൊട്ടിക്കാൻ ഗർഭിണിയായിട്ടുള്ള സകല അമ്മമാരിലും ഈ സന്ദേശം എത്തിക്കണം. ഇതാണ് ഡിവൈൻ മദറിൻ്റെ ഉദ്ദേശം. അതാണ് സകല അമ്മമാരിലും ഇത് എത്തിക്കുക. അവരുടെ കുഞ്ഞ് ജനിച്ചു വീണാൽ അത് ഡിവൈനാണെന്നും ആ ഡിവൈനായിരിക്കുന്ന ആ കുഞ്ഞിന് കരുണയുടെ കഥകൾ കേൾപ്പിക്കണം. അമ്മ ഇത് കാണണം. അമ്മ കണ്ടാൽ കുഞ്ഞിലേക്കത് പകർന്നു കിട്ടും. ഇപ്പം സ്നേഹത്തിൻ്റെ കരുണ, സ്നേഹത്തിൻ്റെ പ്രകടനമാണ് കരുണ. കിട്ടിയല്ലോ. ഇനി അത് തന്നെയാണ് നാദവും താളവുമായി പരിവർത്തനപ്പെടുന്നത്. നാദവും താളവും കൂടി നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇല്ലേ? നാദവും താളവും പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. നാദവും താളവും തന്നെയാണ് 18 വയസ്സാകുമ്പോൾ ജ്ഞാനവും ബോധവും ആകുക. ജ്ഞാനവും ബോധവും എന്ന് പറയുന്നത് ഒരു പുതിയ സാധനമല്ല. നാദവും താളവും തന്നെയാണ്. സ്നേഹവും കരുണയും തന്നെയാണ്. സ്നേഹവും കരുണയും പരിവർത്തനപ്പെട്ട് നാദവും താളവുമാവുന്നു. നാദവും താളവും പരിവർത്തനപ്പെട്ട് ജ്ഞാനവും ബോധവുമാകുന്നു. അതായത് ഈശ്വരൻ്റെ ലെവൽ ഉയരുകയാണ് ചെയ്യുക. വളർന്നു വരുമ്പോൾ ഡിവൈനായിട്ട് ജനിച്ച കുഞ്ഞ് വളർന്ന് വലുതായി വരുമ്പോൾ ആ ഈശ്വരീയത അവരുടെ ഉള്ളിൽ വളർന്നു വരണം. ശരീരം വളരുന്നതിനനുസരിച്ച് അവരുടെ ഉള്ളിലെ ആത്മീയത, ഈശ്വരൻ വളർന്നു വരണം. ഇത് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ അതിന് കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാതെ കാര്യം നടക്കില്ല. ഈശ്വരനെ നമുക്കറിയില്ല, ഈശ്വരനെ അറിയില്ല. പക്ഷെ അത് അനുഭവിക്കണം. എങ്കിൽ ആദ്യം എന്താ ചെയ്യണേ? ആ സങ്കല്പം എടുത്തിട്ട് അതിനെ ആരാധിച്ചു തുടങ്ങണം. അങ്ങനെയായിരുന്നു ഭാരതം. ഏത് കല്ലിനെയും ആരാധിക്കും, ഏത് മരത്തെയും ആരാധിക്കും, ഏത് തടിയെയും ആരാധിക്കും. ഏതിനെ ആരാധിക്കും? ഇടിവെട്ടിയാൽ ഇടിവെട്ടിനെ ആരാധിക്കും. അതിനൊരു ദേവതാ സങ്കല്പം അങ്ങ് കൊടുക്കും. ദേവത, ഇടിവെട്ടിന് ഒരു ദേവത, വെള്ളത്തിന് ഒരു ദേവത കൊടുക്കും, വായുദേവന് ഒരു ദേവതാ സങ്കല്പം കൊടുക്കും. അങ്ങനെ എന്നിട്ട് അതിനെ ആരാധിക്കും. എന്താ കാര്യം? അതെന്നതാണെന്ന് അറിയാൻ പാടില്ല.
അറിയാൻ പാടില്ലാത്തതിനെ ആരാധിക്കുക അല്ലാതെ വേറെ വഴി ഇല്ല. ഈശ്വരനെ നമുക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ട് നമ്മളൊരു സങ്കല്പം കൊടുത്തിട്ട് അതിനെ ആരാധിച്ചിട്ട് അത് അന്വേഷിച്ച് കണ്ടെത്തി അനുഭവിക്കുന്ന എന്ന് വരുമ്പോൾ ജീവിതം സഫലമാകും, ജീവിതം സഫലമായി കിട്ടും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഒരു ആരാധന എഴുതണം. ആരാധന